കാഴ്ച പരിമിതി മുതലെടുത്ത് തൻ്റെ ലോട്ടറി മോഷ്ടിച്ച കള്ളനെ കുടുക്കിയ ഒരു അന്ധയായ ലോട്ടറി വിൽപ്പനക്കാരിയുണ്ട് കോട്ടയത്ത്. കളത്തിപ്പടി സ്വദേശിനി റോസമ്മ സുഭാഷാണ് കഥാപാത്രം. സ്ഥിരമായി ലോട്ടറി നഷ്ടമായിട്ടും മാപ്പ് പറഞ്ഞതോടെ കള്ളനോട് റോസമ്മ ക്ഷമിച്ചു. ഇപ്പോൾ റോസമ്മയുടെ ആകെയുള്ള വിഷമം വീടിൻ്റെ അറ്റകുറ്റപ്പണിയെ ഓർത്ത് മാത്രമാണ്. ഇതാണ് റോസമ്മ സുഭാഷ്. കഴിഞ്ഞ 10 വർഷമായി കോട്ടയം കഞ്ഞിക്കുഴിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നു. 3-ാം വയസ്സിൽ കാഴ്ച മറഞ്ഞതാണ്. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് നേടിയെടുത്ത ഉൾക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ റോസമ്മയുടെ ആത്മവിശ്വാസം. കാഴ്ചാ പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കി സ്ഥിരമായി ലോട്ടറി മോഷ്ടിച്ചയാളെ കൈയോടെ പിടികൂടിയതും ആ ആത്മവിശ്വാസത്തിൽ തന്നെ. തട്ടൻ ഇങ്ങനെ ടിക്കറ്റ് എടുക്കും, ഇങ്ങനെ കൈ പിടിക്കും. കൈ പിടിച്ചോണ്ട് പുള്ളി പറയാ ഞാൻ എടുത്തിട്ടില്ല. നമ്മളതല്ലേ വിശ്വസിക്കുള്ളൂ. അപ്പൊ പുള്ളി അങ്ങ് തർക്കിച്ച് ഞാൻ എടുത്തില്ല എന്നും പറഞ്ഞ് തർക്കിച്ചപ്പോ ഈ ക്യാമറ ഞാൻ കൊടുത്തു. ഈ ക്യാമറ എടുത്ത് കാണിച്ചാൽ ഞാൻ പറഞ്ഞു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഇത് പെൻ ക്യാമറയാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ സകല കള്ളത്തിലും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനത് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കാണിക്കണോ അതോ നിങ്ങൾ പറ എന്നാ ചെയ്യണമെന്ന്. അപ്പോഴത്തേനും പുള്ളിക്ക് അങ്ങ് വല്ലാതെയായി. മോഷ്ടാവിനെ ക്യാമറയിൽ കുടുക്കി കൈയോടെ പിടിച്ചെങ്കിലും കേസിനൊന്നും പോകാൻ റോസമ്മ തയ്യാറല്ല. മാപ്പ് പറഞ്ഞ കള്ളനോട് ക്ഷമിക്കുകയാണ് റോസമ്മ ചെയ്തത്. അവസാനം പിന്നെ പുള്ളി എന്നോട് മാപ്പ് എന്നോട് പറഞ്ഞു ഞാൻ പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ പറഞ്ഞു ശരി ഞാൻ സമ്മതിക്കാം, പക്ഷെ ഒരു കാര്യം മേലാ നിങ്ങൾ ഒരു കാഴ്ചയില്ലാത്തവരുടെ അടുത്ത് പോകത്തില്ലെന്നും അവരെ ചൂഷണം ചെയ്യത്തില്ലെന്നും സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നെ പറഞ്ഞില്ല ഇനി മേലെ ഞാൻ ഇങ്ങനെ പോകത്തില്ല, ചെയ്യത്തില്ല. ഈ നല്ല മനസ്സുള്ള റോസമ്മ ചേച്ചിക്ക് എന്നാൽ മറ്റൊരു വിഷമം കൂടിയുണ്ട്. ഒരു നല്ല വീട്ടിൽ കിടക്കാൻ വർഷങ്ങളായി റോസമ്മ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹവും നമുക്ക് മുന്നിൽ റോസമ്മ ചേച്ചി തുറന്നു പറഞ്ഞു. കോട്ടയം കളത്തിപ്പടിയിലെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് റോസമ്മയുടെ താമസം. ഭർത്താവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. മക്കളുമില്ല. ഇപ്പോൾ അയൽക്കാരാണ് എല്ലാ സഹായങ്ങൾക്കും കൂടെ നിൽക്കുന്നത്. മഴക്കാലത്തിനു മുൻപ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സമാധാനത്തോടെ കിടന്നുറങ്ങണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമാണ് റോസമ്മയ്ക്കുള്ളത്. വലിയ വാർക്ക കെട്ടിടം വേണമെന്നോ ടെറസ് വീട് വേണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2 മുറി ഒരു അടുക്കള സിറ്റ് ഔട്ട് ആയാലും മതി. അല്ല ഇനി ഈ വീട് മെയിൻ്റനൻസ് ചെയ്ത് തരുന്നതാണ്. ബാത്റൂം ഒന്നും സേഫ്റ്റി അല്ല. ഷിബിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം.